പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കനോണിന്റെ ലേസർ ജെറ്റ് പ്രിന്ററായ കനോൺ LBP 6030W എന്ന പ്രിന്ററിന്റെ ഡ്രൈവർ എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാമെന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോ കാണുന്ന മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം. ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അവിടെ ഗൂഗിളിൻ്റെ ഹോം പേജ് എടുത്തതിന് ശേഷം കനോൺ സപ്പോർട്ട് ഇന്ത്യ എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. സെർച്ച് ലിസ്റ്റിൽ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ കാണാൻ സാധിക്കും സപ്പോർട്ട് എന്ന ഓപ്ഷൻ കണ്ടില്ലേ, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് അത് കനോൺ ഇന്ത്യയുടെ ഒഫീഷ്യൽ സൈറ്റാണത്. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ സൈറ്റ് ഓപ്പൺ ആയി വരുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ആൾറെഡി പ്രിൻ്ററും കമ്പ്യൂട്ടറും നമ്മൾ USB കേബിൾ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യണം. നമ്മൾ ഈ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത അവസാന ഭാഗത്താണ് അത് കണക്ട് ചെയ്യാൻ ചോദിക്കുന്ന സമയത്ത് മാത്രമേ കണക്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് ഓപ്പണായി വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും സെർച്ച് ബൈ മോഡൽ നെയിം എന്ന് കാണാൻ സാധിക്കും. അവിടെ നമ്മൾ ആ പ്രിൻ്ററിൻ്റെ മോഡൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ടൈപ്പ് ചെയ്യാൻ പോവുകയാണ്. LBP 6030B എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുന്നു. അപ്പോൾ അവിടെ നിങ്ങൾക്ക് താഴെ കാണാൻ സാധിക്കും അതിൻ്റെ പേരിലുള്ള ലിസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ലിസ്റ്റും ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. അവിടെ 3 സീരീസും കാണിക്കുന്നുണ്ട്, അതാണ് സെലക്ട് ചെയ്യേണ്ടത്. 3നും ഏകദേശം ഒരേ ഡ്രൈവർ തന്നെയാണ് വരുന്നത്. അപ്പോൾ നെക്സ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് പേജിലോട്ട് പോകും. അവിടെ നമ്മൾ പ്രിൻ്ററിൻ്റെ പേരും ഫോട്ടോസ് എല്ലാം കാണിക്കുന്നുണ്ടാവും. അവിടെ ആ സെക്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യണം നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഈ പേജ് താഴോട്ട് നിൽക്കുക. അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, കണ്ടില്ലേ, ഇവിടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നുള്ളത്. ഒരുവിധ സിസ്റ്റത്തിലെല്ലാം ഇവിടെ ഡിഫോൾട്ടായിട്ട് ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ടാവും ഏത് വെർഷനാണെന്നുള്ളത്. നിങ്ങൾക്കത് ഇവിടെ കാണാൻ സാധിക്കും ബ്രാക്കറ്റിൽ ഡിറ്റക്റ്റഡ് എന്നുള്ളത്. അങ്ങനെ നിങ്ങൾ വിൻഡോസിൻ്റെ വെർഷൻ ഏതാണോ അല്ലെങ്കിൽ മാക് ലിനക്സ് വെർഷൻ ഏതാണെന്നുള്ളത് അത് സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡിൽ കാണുന്ന സെർച്ച് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ പേജ് ഒന്നുകൂടി റീലോഡ് ആവുന്നതാണ്. റീലോഡായി കഴിഞ്ഞാൽ താഴോട്ട് നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് കാണാൻ സാധിക്കും ഇവിടെ 2-3 ഓപ്ഷൻസ് ഉണ്ടാവും. അത് രണ്ടാമത്തെ ഓപ്ഷൻ താഴെ കാണുന്ന ഓപ്ഷൻ ഉണ്ടല്ലേ, അതാണ് സെലക്ട് ചെയ്യേണ്ടത്. ആ രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് പേജിലോട്ട് പോകും. അവിടെ ഡൗൺലോഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. പേജ് ഒന്ന് ലോഡായി വരുന്നേ ഉള്ളൂ. ഒന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. യെസ്, കണ്ടില്ലേ. അപ്പോൾ ഈ ഡൗൺലോഡ് എന്നുള്ള അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സോഫ്റ്റ്വെയറിൻ്റെ ഫയൽ ഡൗൺലോഡ് ആവുന്നതാണ്. ഏകദേശം ഡൗൺലോഡിങ് നടന്നുകൊണ്ടിരിക്കുന്നു. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഡൗൺലോഡ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ജസ്റ്റ് ആ ഡൗൺലോഡ് ചെയ്ത ഫയലിൻ്റെ അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ആ ഫയൽ എക്സ്ട്രാക്ട് ചെയ്താണ് നമ്മൾ ഡൗൺലോഡ്സ് ആവുന്ന ഫോൾഡറിൽ പുതിയൊരു ഫോൾഡറായിട്ട് ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ജസ്റ്റ് ഞാനത് കാണിച്ചു തരാം. എക്സ്ട്രാക്റ്റിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മളെ ബ്രൗസർ മിനിമൈസ് ചെയ്യുക അല്ലെങ്കിൽ ക്ലോസ് ചെയ്യുക. എന്നിട്ട് മൈ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്ത് നമ്മൾ ആദ്യം ഡൗൺലോഡ്സ് എന്ന ഫോൾഡർ ഓപ്പൺ ചെയ്യുന്നു. ഇത് ഡോക്യുമെൻറ്റ്സ് ആണ്. ഇതല്ല, ഇതിൻ്റെ മുകളിലുള്ള ഡൗൺലോഡ്സ് എന്ന ഫോൾഡർ ഓപ്പൺ ചെയ്യുക. അവിടെ നമ്മൾ നേരത്തെ കണ്ട പോലെ എക്സ്ട്രാക്ട് ചെയ്ത ഫോൾഡർ ഉണ്ടാവും. ജസ്റ്റ് ആ ഫോൾഡർ ഒന്ന് ഓപ്പൺ ചെയ്യുന്നു. ആ ഫോൾഡർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ വേറെ 2 സബ് ഫോൾഡേഴ്സ് കാണാം. അതിൽ രണ്ടാമത്തെ ഫോൾഡർ ഉണ്ടല്ലേ XPS എന്നത്, അത് ഓപ്പൺ ചെയ്യുക. അതിൻ്റെ ഉള്ളിൽ വേറെ ഒരു ഫോൾഡർ, അത് ഓപ്പൺ ചെയ്യുന്നു. അവിടെ 4മതായിട്ടുള്ള കണ്ടില്ല ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ ഫയലാണ് ആ കാണുന്നത്. അത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇൻസ്റ്റാളേഷൻ ഫയൽ ഓപ്പണായി വരുന്നതാണ്. യെസ്, ഇൻസ്റ്റാളേഷൻ ഫയൽ ഓപ്പണായി വന്നിട്ടുണ്ട്. ഇവിടെ നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. താഴെ കാണുന്ന നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ യെസ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. നമുക്ക് ഈ വീഡിയോയിൽ നമ്മൾ USB കണക്ഷനാണ് പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് ആണ് ഇൻസ്റ്റാൾ വിത്ത് USB കണക്ഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് യെസ് എന്നുള്ളത് കൊടുക്കുന്നു. അപ്പോൾ നമ്മളെ ഫയൽ ഇൻസ്റ്റാളിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻസ്റ്റാളിങ് ഏകദേശം കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയൊരു ഇതുകൊണ്ട് മെസ്സേജ് വരുന്നതാണ് USB കണക്ട് ചെയ്യാൻ. യെസ്, ഈ സമയത്ത് മാത്രമേ നമ്മൾ കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ ലാപ്ടോപ്പും പ്രിൻ്ററും തമ്മിൽ കേബിളുമായി കണക്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിൻ്ററിൽ കണക്ട് ചെയ്യേണ്ട ഭാഗം പ്രിൻ്ററിലും കമ്പ്യൂട്ടറിൽ ലാപ്ടോപ്പിൽ കണക്ട് ചെയ്യേണ്ട USB പോർട്ടിലുള്ള ഭാഗം അവിടെയും കേബിളിൻ്റെ മറു സൈഡ് കണക്ട് ചെയ്യുക. ആ കണക്ട് ചെയ്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഡിറ്റക്റ്റ് ആവുന്നതാണ്.
ഏകദേശം ഡിറ്റക്റ്റ് ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മെസ്സേജ് വരുന്നതാണ് ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റഡ് എന്നുള്ളത്. അപ്പം നമ്മളെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളേഷൻ പരിപാടി ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഫയൽ ഓപ്പൺ ചെയ്താണ്ട് പ്രിൻറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ സാമ്പിളിന് വേണ്ടി കൺട്രോൾ പാനൽ ഓപ്പൺ ചെയ്തു. അതിൽ ഡിവൈസസ് ആൻഡ് പ്രിൻറ്റേഴ്സ് ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുന്നു, അത് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ അത് ഓപ്പണായി വരുന്നതാണ്. അത് നമ്മളെ പ്രിൻ്ററിൻ്റെ പേര് കാണിക്കുന്നുണ്ട്. ഇവിടെ കണ്ടില്ലേ, ഞാൻ കുറേ പ്രിൻ്റർ കണക്ട് ചെയ്തുകൊണ്ടാണ് കുറേ ലിസ്റ്റ് ഉള്ളത്. നിങ്ങൾ സാധാരണ അങ്ങനെ ഉണ്ടാവില്ല. യെസ്, ഇവിടെ കണ്ടില്ലേ, നമ്മളെ പ്രിൻ്ററിൻ്റെ പേര് കാണിക്കുന്നുണ്ട്. അതിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പ്രിൻ്റർ പ്രോപ്പർട്ടീസ് എടുത്ത് പ്രിൻ്റ് ടെസ്റ്റ് പേജ് കൊടുത്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് സിസ്റ്റം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്താൽ മതി. അത് ഓട്ടോമാറ്റിക്കായിട്ട് ഡിറ്റക്റ്റ് ചെയ്യുന്നതാണ്. ഞാൻ ടെസ്റ്റ് പേജ് കമാൻഡ് കൊടുത്തു, അത് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.